എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിലിറ്ററിയോ സിവിലിയൻസിനെ യാതൊരു രീതിക്കും ഉപദ്രവിക്കാതെയാണ് ഭീകരവാദ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചിരുന്നത്. തിരിച്ച് ഒരു മിലിറ്ററി ആക്ഷൻ പാകിസ്ഥാനായിട്ട് തുടങ്ങി വെച്ചു. അതിന് പാകിസ്ഥാൻ മിലിറ്ററി ആയിട്ട് ഡ്രോൺ യൂസ് ചെയ്ത് ഇന്ത്യൻ സൈനിക മിസൈൽ യൂസ് ചെയ്ത് ഡ്രോൺ യൂസ് ചെയ്ത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വന്നു. നമ്മുടെ S-400 അതിനെ ശക്തമായി പ്രതിരോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് മിസൈൽ ഡ്രോണ് യൂസ് ചെയ്ത് കാമിക്കാസ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചു. നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സിസ്റ്റത്തെ ഇല്ലാതാക്കാനായിട്ട് മാക്സിമം തളർത്തുക എന്നുള്ളതായിരുന്നു. അതിന് സ്ട്രാറ്റജിക്കലായിട്ട് ഒരു ഉപയോഗമുണ്ട്. അതായത് ഇനി കരയുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആർമി എവിടെയെങ്കിലും പോയി, നമ്മുടെ ഇൻഫൻട്രി എവിടെയെങ്കിലും പോയി പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവരാദ്യം വിളിക്കുന്നത് എയർ സ്ട്രൈക്ക് ആണ് വിളിക്കുന്നത്. ആ സമയത്ത് ഇത് വളരെ ഉപയോഗം ചെയ്യും. നമുക്ക് ഫ്രീ ആയിട്ട് പോയി എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റും. HQ-9 പല സ്ഥലത്തും കാമിക്കാസ ഡ്രോൺ ചാവേർ ആക്രമണത്തിലൂടെ തകർത്തിട്ടുണ്ട്. ലാഹോറിൽ, കറാച്ചിയിൽ ഒക്കെ തകർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കറാച്ചിയിൽ, ലാഹോറിലൊക്കെ ബാക്കി തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിക്ക് പുറത്തോട്ട് വരുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചൊരു സൈലൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയുടെ മന്ത്രി അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അത് ഉറപ്പല്ലേ. കാരണം സൗദിയിൽ പോയിട്ട് പിച്ചെടുക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ സൗദി അറേബ്യയുടെ മന്ത്രിയുള്ള സമയത്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് തിരിച്ചൊരു അറ്റാക്ക് അങ്ങോട്ട് വന്നാൽ അതൊരു വലിയ പ്രശ്നമാവും. അത് വലിയ ഇന്റർനാഷണൽ പ്രശ്നമാവും അത്. അതുകൊണ്ട് പാകിസ്ഥാൻ നിർത്തിവെച്ചു. നമ്മളും അപ്പോൾ അതിനൊരു മാന്യത കൊടുക്കുന്നുണ്ട്. നമ്മളും സൗദിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധമുള്ള അദ്ദേഹം ഇന്ത്യയിലും വന്നിരുന്നു നേരത്തെ. സൗദി ഒരു മീഡിയേഷന് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. കാണും. കാരണം നല്ല തല്ല് കൊള്ളുന്നുണ്ട് പാകിസ്ഥാനെ. സൗദി വരുന്നു. ഈ ഡ്രോൺ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉറിയിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഷെല്ലാക്രമണങ്ങളുണ്ട്. പൂഞ്ചിൽ ഉണ്ട്. ഇന്നലെ പ്രസ് ബ്രീഫിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്നത് 16 ജീവൻ പോയി. ഒരു ഗുരുദ്വാര ആക്രമിച്ചു. ഒരു കുറെ ജീവിതത്തിന്റെ നടുക്കുള്ള ആൾക്കാരെ ആക്രമിച്ചു. 16 ജീവൻ പോയി. ഒത്തിരി വീടുകൾ നഷ്ടമായിട്ടുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ. ഇങ്ങനെയുള്ള ഷെല്ലാക്രമണം ചെയ്യുമ്പോഴത്തേക്കും പാകിസ്ഥാൻ 2 രീതിക്കാണ് ഇത് ചെയ്യാറ്. ഒന്ന്, അതിർത്തിയിൽ നിന്ന് ആൾക്കാരെ കയറ്റിവിടാൻ നേരത്തെ അതിൻ്റെ കവറായിട്ട് ചെയ്യാറുണ്ട്. അതല്ല, ഇങ്ങനെയുള്ള യുദ്ധസമയത്ത് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള കാശ്മീരിലെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഗ്രാമങ്ങളുടെ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഈ ഷെല്ലാക്രമണം അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷെല്ലുകൾ വരുന്ന പോയിന്റ് ഏതാണെന്ന് നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് അപ്പോഴേ ഐഡന്റിഫൈ ചെയ്യും. തിരിച്ച് അതേ കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ ഷെല്ലാക്രമണം നടത്തി കഴിഞ്ഞാൽ വീണ് പൊട്ടുന്നത് ഗ്രാമങ്ങളുടെ നടുക്കാണ്. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ അലമുറ ഇടാനായിട്ടൊരിതാവും. ഗർഭിണികൾ, സ്ത്രീകൾ, കുട്ടികൾ, ജനജീവിതം, സിവിലിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട്, അങ്ങനെ കരയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹോവിച്ചർ തോക്കുകളൊക്കെ കൊണ്ടുവച്ച് മോർട്ടാർ അവിടെ നിന്നൊക്കെ ചെയ്യുന്നത്. ഇന്നലെ ഈ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ട് രീതിക്കും പാകിസ്ഥാൻ ഈ ഷെല്ലാക്രമണം യൂസ് ചെയ്യുന്നതാണ്. മോർട്ടാറുകളും ഷെല്ലുകളും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ. പാകിസ്ഥാൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്നത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അങ്ങോട്ട് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാം. പാകിസ്ഥാൻ എന്താക്രമിക്കും? പാകിസ്ഥാൻ ഇവിടുത്തെ സിവിലിയൻസിനെ ആക്രമിക്കും. അല്ല, അതാ ചോദിച്ചാൽ അവർ നേരിടുന്നൊരു വെല്ലുവിളി നമ്മൾ കാണാതിരുന്നു. കാര്യം ഇന്ത്യക്ക് നമ്മൾ ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് പറയാം. കാര്യം ആവശ്യത്തിന് ഭീകര കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ, ഭീകരവാദികളൊക്കെയുള്ള സ്ഥലമാണ്. അവരുടെ ആസ്ഥാനങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഭീകരവാദികളായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളുകളാണുള്ളത്. അവരുടെ ആസ്ഥാനങ്ങൾ നമുക്ക് അവിടെ അടിക്കാം. പക്ഷേ അവർക്ക് അതിന് മറുപടി നൽകിയേ കഴിയുള്ളൂ. കാര്യം അവരുടെ സ്ഥലത്താണ് ആക്രമണം നടത്തുന്നത്. പക്ഷേ അവർക്ക് വേറെ വഴിയില്ല. അവർ ഒന്നുകിൽ സിവിലിയൻസിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കണം. അവരിവിടെ ഏത് ഭീകരരെ ആക്രമിക്കും? പക്ഷെ വായത്ത് വേറൊരു സംഗതി കണ്ടോ, ഇവര് ആരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചാലും ഇതൊന്നും നടക്കുന്നില്ല. അത് ഓക്കെ. അല്ല, ഒരു ഭീകര കേന്ദ്രത്തിന്റെ ഒരു ധർമ്മസങ്കടമാണ് ഈ പറയുന്നത്. കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഇപ്പം അമേരിക്ക ബിൻ ലാദൻ്റെ ആയിക്കോട്ടെ, മറ്റേത് കാര്യങ്ങളായിക്കോട്ടെ, പാകിസ്ഥാനിൽ കയറി ആണ് ആക്രമണം നടത്തുന്നത്. ബിൻ ലാദനെ കൊന്നതൊക്കെ പാകിസ്ഥാനിനകത്ത് വെച്ച് തന്നെയാണ്. അബോട്ടാബാദിൽ ചെയ്തു. അവർക്ക് എന്ത് പറയാൻ കഴിയും?
അല്ല അവര് തിരിച്ച് നമ്മുടെ സിവിലിയൻസിനെ ആക്രമിക്കുക, നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക. സ്വാഭാവികമായിട്ടും അത് എക്സലേറ്റഡ് വേറെ ടു വാർ. വഴിയില്ല. പാങ്ങളുടെ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കണേ. എവിടെ ആക്രമിക്കുമെന്ന് ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ തിരിച്ച് സൈനിക കേന്ദ്രങ്ങളിലും സിവിലിയൻസിനെ ആക്രമിക്കും. സിവിലിയൻസിനെ ആക്രമിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ ഇപ്പോൾ ഇത് ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് നാണം, പാകിസ്ഥാൻ എന്ത് മാനം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല, ഒരു അലങ്കാരം മാത്രമാണ്. അവരത് അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നും.